Hello students, my name is Fida. ഞാൻ ഇന്റർവെല്ലിന്റെ ക്ലാസ് റൂം ഇംഗ്ലീഷ് ട്യൂട്ടറാണ്. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് ക്യാരക്ടർ സ്കെച്ച് ആണ്. നമുക്കറിയാം ഇംഗ്ലീഷ് എക്സാമിന് ഏത് എക്സാമിനും മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 to 6 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് പഠിക്കാൻ നമുക്ക് ആ ഒരു സ്റ്റോറിയും ആ സ്റ്റോറിയുടെ ലൈനും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്നാൽ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ടൈറ്റിലാണ്. നമുക്കറിയാം നമുക്ക് എഴുതാൻ പോകുന്ന ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് തന്നെ നമുക്ക് ടൈറ്റിലായിട്ട് കൊടുക്കാം. എന്താണ്? ക്യാരക്ടറിൻ്റെ പേര് തന്നെ നമുക്ക് ടൈറ്റിലായിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എഴുതുന്ന സ്റ്റോറിയുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ലെഞ്ചോ ആണെങ്കിൽ ലെഞ്ചോ എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ടൈറ്റിലായിട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് മറക്കരുത്. ഫസ്റ്റ് നമ്മൾ ടൈറ്റിൽ എഴുതി കൊടുക്കാം. ദെൻ അടുത്ത എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്ന ക്യാരക്ടർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിലുള്ള ഒരു പ്രോട്ടഗോണിസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഇതേത് സ്റ്റോറിയാണ്, ഈ സ്റ്റോറി എഴുതിയിട്ടുള്ള ഓതർ ആരാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ വരേണ്ടത്. മനസ്സിലായല്ലോ? ഒന്നാമത്തത് അത് ഏത് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഏത് പോയമാണ്, അല്ലെങ്കിൽ ഡ്രാമയാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൽ ഏത് ക്യാരക്ടറാണിത്, പിന്നെ ഇത് എഴുതിയിട്ടുള്ള ആളുടെ പേരും നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻട്രൊഡക്ഷനകത്ത് എഴുതണം. അപ്പോൾ സ്റ്റോറിയുടെ പേരും പിന്നെ എഴുതിയ ആളുടെ പേരും മറക്കരുത്. ഇൻട്രൊഡക്ഷനകത്ത് നമുക്കതൊക്കെ എഴുതണം. അടുത്തത് നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആളുടെ ഫിസിക്കൽ അപ്പിയറൻസസ് ആണ്. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ക്യാരക്ടർ ഒരു ഓൾഡ് മാൻ ആണെങ്കിൽ ആ ഓൾഡ് മാന് ഇത്ര വയസ്സുണ്ടായിരിക്കും, ആളുടെ മുഖം എങ്ങനെയാണ്, ആളുടെ കണ്ണെങ്ങനെയാണ്, ആളുടെ ഹൈറ്റ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ഒരു പക്ഷേ എല്ലാ ക്വസ്റ്റ്യനിലും അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടറിനും നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് എഴുതാൻ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എഴുതണം. മനസ്സിലായല്ലോ? അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതായത് നമ്മളൊരു ക്യാരക്ടറിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അയാൾ ഏത് ക്യാരക്ടറാണ്, ഏത് കഥയിലാണ്, ആരാണ് ഓതർ, അത് കഴിഞ്ഞിട്ട് ഒരു ബ്രീഫായിട്ട് ഫിസിക്കൽ അപ്പിയറൻസസിനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? പേഴ്സണാലിറ്റി ട്രേറ്റ്. പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുമ്പം ഓരോ ക്യാരക്ടറിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ആളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, പിന്നെ നെക്സ്റ്റ് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അവരുടെ വാല്യൂസ്. ഇപ്പോൾ അവർ ഓണസ്റ്റി ആയിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ അവർ ഭയങ്കര ഒരു തീഫ് കൈൻഡ് ഓഫ് ഒരാളാണോ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അവരുടെ ആറ്റിറ്റ്യൂഡ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് എഴുതണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിനി അത്ര അധികം എഴുതാനില്ലാത്തൊരു ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് മിക്കവാറും നമുക്ക് തന്നിട്ടുള്ളതൊക്കെ തന്നെ ഒരു ക്യാരക്ടർ റെലവൻസ് ഉള്ള ക്യാരക്ടർ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതൊക്കെ എഴുതാനുണ്ടാവും. ഇനി ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആ സ്റ്റോറി ഈ ക്യാരക്ടറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ നമ്മൾ പറഞ്ഞു പോവാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ഒരു സ്റ്റോറീനെ കാണുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വാല്യൂസ്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. അതിന് എവിഡൻസ് ആയിട്ട് ഇപ്പം നമ്മൾ ഒരു സ്റ്റോറി വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ നല്ലൊരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു എവിഡൻസ് വേണ്ടേ? അപ്പോൾ ആ ഒരു എവിഡൻസ് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് അത്തരത്തിൽ അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന എവിഡൻസസ് നമുക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഇപ്പം ഈ ഒരു സ്റ്റോറിയിലുള്ള ക്യാരക്ടർ മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ആരാണ്, അവരുമായിട്ട് എത്രത്തോളം ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇന്ന ആളുടെ ഫാദറാണ്, ഇത്തരത്തിൽ ആ ഒരു കഥാപാത്രം മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള അവരുടെ ബോണ്ട്, അവരുടെ റിലേഷൻഷിപ്പ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കുറിച്ചുള്ള നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ ടൈറ്റിൽ വേണം. ടൈറ്റിൽ എന്താണ്? ക്യാരക്ടറിൻ്റെ പേരാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ദ ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ അതിൽ ലെഞ്ചോ എന്നുള്ള ഒരു ക്യാരക്ടർ നമുക്ക് എടുക്കാം. അതല്ല ഇനി ഇതാ ഓരോ സ്റ്റോറിക്കകത്തും അതിലേതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ പേരായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് ടൈറ്റിലായിട്ട് കൊടുക്കാം. ദെൻ ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊഡക്ഷനിൽ എന്താ വേണ്ടത്? ആരാണ് കഥ എഴുതിയിട്ടുള്ളത്, ഇതേത് പെർട്ടിക്കുലർ കഥയിലുള്ള കഥാപാത്രമാണ്, അതോടൊപ്പം പിന്നെ നമ്മൾ എഴുതുന്നതാണ് ഫിസിക്കൽ അപ്പിയറൻസസ്.
ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ കാണാൻ എങ്ങനെ ഇരിക്കും, ആൾ എത്ര ഹൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആളുടെ കൈകളുടെ പ്രത്യേകതയോ കാലുകളുടെ പ്രത്യേകതയോ ഒക്കെ നമുക്ക് കഥയിൽ തന്നിട്ടുണ്ടാകും. പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റും വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ എലബറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ സ്റ്റോറി ഈ ഒരു ക്യാരക്ടറിനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ, അതായത് ആ ഒരു ക്യാരക്ടറിന് ചുറ്റും ഈ കഥ നടക്കുന്ന രീതിയിൽ നമ്മൾ വിവരിച്ചെഴുതുമ്പോൾ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുമായിട്ട് ആൾക്കുള്ള റിലേഷൻഷിപ്സ്, ആൾ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ ഒരു ക്യാരക്ടറിൻ്റെ റോൾ എന്താണ് ഈ സ്റ്റോറിക്കകത്ത്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഇസ് കൺക്ലൂഷൻ. കൺക്ലൂഷനകത്ത് നമ്മൾ പറഞ്ഞു നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ, ഇഫ് യു ലൈക്ക് ദ ക്യാരക്ടർ ഓർ ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ ക്യാരക്ടർ യു ക്യാൻ മെൻഷൻ ഇറ്റ് ദർ. അപ്പോൾ അത്തരത്തിൽ കൺക്ലൂഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളതിൻ്റെ കൺക്ലൂഷനിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ വാലിഡിറ്റി, നമ്മൾ ആ ഒരു ക്യാരക്ടർ എത്രത്തോളം ഇതിനകത്ത് റോൾ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചുള്ള നമ്മളുടെ ഒപ്പീനിയൻ അടക്കം നമുക്ക് അവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം, എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വേർഷൻ ആക്കി മാറ്റാൻ പറ്റുക. നമ്മൾ എപ്പോഴും ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇപ്പോൾ നമ്മൾ ഗുഡ് അല്ലെങ്കിൽ ബാഡ് എന്ന് പറഞ്ഞ് നിർത്താതെ കുറച്ചും കൂടെ എലബറേറ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ കൈൻഡ് ഹാർട്ടഡ് ആണ്, അല്ലെങ്കിൽ ബ്രേവ് ആണ്, കറേജസ് ആണ് എന്നുള്ള രീതിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇന്ന ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നതിന് പകരം യു ജസ്റ്റ് ഷോ ദം വൈ സോ. അതായത് എങ്ങനെ ആ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യത്തിലാണ് ആൾ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്, വി ഷുഡ് പ്രൂവ്. അതായത് നമ്മൾ എവിഡൻസസ് കാണിച്ചു കൊടുക്കണം, ഇന്ന സ്റ്റോറിയിൽ ഇന്ന പാർട്ടിൽ ഇന്ന കാര്യം പറയുന്നുണ്ടെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ SCRT 10th ഒരു ചാപ്റ്ററാണ് ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഗബ്രിയൽ മാർക്കോസിൻ്റെ സ്റ്റോറിക്കകത്ത് നമുക്കൊരു ക്യാരക്ടർ ഉണ്ട്, എലിസണ്ട. പെലായുടെ വൈഫാണ് എലിസണ്ട. അപ്പോൾ എലിസണ്ടയുടെ പ്രത്യേകത എന്താണ്, നമുക്ക് എലിസണ്ട ഒരു ഗ്രീഡി അല്ലെങ്കിൽ ക്ലെവർ ആണ്, കണ്ണിങ് ആണ് എന്നൊക്കെ പറയാം. നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റാം, അവിടെ ഈ ഓൾഡ് മാൻ വരുമ്പം ആ ഒരു ഓൾഡ് മാനെ വെച്ച് ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കാനായിട്ട് ആള് സജഷൻസ് കൊടുക്കുന്നുണ്ട്, അവരതിന് നേടുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എലിസണ്ടയുടെ ക്യാരക്ടർ ഇന്ന സ്വഭാവമാണെന്ന് പറയുമ്പോൾ വി ആർ ഗിവിങ് എവിഡൻസസ് ടു ദാറ്റ് അല്ലേ. അപ്പം അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ആൻസർ സ്ട്രോങ് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് നമുക്കൊരു ലോജിക്കൽ ഓർഡർ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ കഥ നടക്കുമ്പം ആദ്യം കുറേ പറയും പിന്നെ കുറേ പറയും, അതിന് പകരം നമ്മളൊരു ലോജിക്കൽ ഓർഡർ, സ്റ്റോറിയുടെ ഒരു ബിഗിനിങ് മുതൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ പോയിട്ട് ഒരു ലോജിക്കൽ ഓർഡറിലോട്ട് ക്യാരക്ടർ സ്കെച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഒരു 5 മാർക്സ് സ്കോർ ചെയ്തൂടെ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടർ സ്കെച്ചിൻ്റെ കുറേ, ഇപ്പം നമ്മളുടെ ഓരോ ചാപ്റ്ററിലും നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ അധികം പണിയൊന്നുമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ട എന്തേ ഉള്ളൂ, ഓരോ സ്റ്റോറിയും നല്ല വൃത്തിക്ക് പഠിക്കുക, പിന്നെ ബ്രീഫ് പോയിൻറ്റ്സുകളാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കീ പോയിൻറ്റ്സുകൾ പോലെ നമ്മൾ ഓരോ ക്യാരക്ടറിനെ കുറിച്ച് അവരുടെ ഫിസിക്കൽ ട്രേറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിച്ച് ഓരോ ക്യാരക്ടറിനെയും നമ്മൾ വേറെ വേറെ തന്നെ പഠിക്കുകയാണെങ്കിൽ ഏത് ക്യാരക്ടർ വന്നാലും നമുക്ക് ഈസി ആയിട്ട് എഴുതിക്കൂടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച്. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് നല്ല രീതിയിൽ പഠിക്കാനും എഴുതാനൊക്കെ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.